ആര് മുന്നിൽ ആര് പിന്നിൽ. വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എന്തായാലും ഈ വിഷു എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് നാൾ മനസ്സിൽ മൂടി വെച്ചുകൊണ്ട് നടന്ന ഒരു രഹസ്യ പുറത്തു പോയത്. ഇനിയിപ്പോ കരുണയുടെ അച്ഛനും അവളുടെ മുത്തശ്ശിയൊക്കെ എല്ലാം അറിഞ്ഞു കാണുന്ന വിശ്വാസം. അവനിനി പേടിക്കണ്ട. ആ പ്രതാപനെ അവനിനി ഇടം വല്ലം തിരിയുകയാണെങ്കിൽ അവനെ സാറിന്റെ അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോളും. ഒരുപാട് ശക്തികള് സാറിന്റെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെയുണ്ട്. ഇന്ന് വിഷുവായിട്ട് സാറിന് വിഷുക്കൈനീട്ടം തന്ന ആ അമ്മ ഉൾപ്പെടെ. പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ശരി മാർക്കോ, ഞാനിത് പറയാനാ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ്. എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ട് അനന്തുവിന്റെ വീട്ടിൽ നിന്ന് വിളി വന്നാ നിങ്ങൾ ഓടിയെത്തണം. ശരി സാറേ. ശരി. അളിയ, ആ ഉണ്ണിയെ കാലെ പിടിച്ച് നിലത്ത് കുത്തിയാലോ? അതിനുള്ള അനുമതി കണ്ണൻ സാർ തന്നിട്ടില്ല. തന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ആലോചനയില്ല. അവനെ കാലെ പിടിച്ച് വലിച്ച് കീറാം നമുക്ക്. കുടിക്കേ. പായസ വേണ്ട, ഷുറുള്ളതാ. ഇത് നല്ല സേമിയ പായസമാ. മധുരം കുറച്ചേ കിട്ടിട്ടുള്ളൂ. പിടിക്കേ. എന്തായാലും ഇതുപോലെ നല്ലൊരു വിഷു ജീവിതത്തിലുണ്ടായിട്ടില്ല. എടാ ഇത് നോക്കടാ. കണ്ട കണ്ട കണ്ണ വാങ്ങിച്ചു തന്നതാ. പിന്നെ ഈ ഷർട്ടും മുണ്ടും അവൻ വാങ്ങി തന്നല്ലേ. ഇനിയിപ്പോ നമുക്ക് അവിടെ പോയി 1-2 ദിവസം നിക്കണം. കണ്ണനോടൊപ്പം താമസിക്കണം. അതെ, നമ്മുടെ മോളും മരുമോനും ഒക്കെ അവിടെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് പോര് രണ്ടാളും. എന്നിട്ട് 2 ദിവസം ആക്കണ്ട. ഇനിയുള്ള കാലം അത്രയും അവിടെ തന്നെ താമസിച്ചോ. മോളുടെ സംസാരം അത്ര പന്തിയല്ലല്ലോ. മോളെന്താ ഉണ്ണിയെ കൂട്ടാതെ ഓടിങ്ങ് പോന്നെ? അവിടെ നിന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തോന്നി. എന്താ മോളെ, എന്തു പറ്റി? പറ്റാനുള്ളതൊക്കെ പറ്റി. വിഷുവായിട്ട് ഞങ്ങൾ എങ്ങനെയിട്ട് വിഷമിപ്പിക്കാതെ എന്താന്ന് വെച്ചാ പറ മോളെ. ലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ കണ്ടെത്തി. ആരാ ആരാ അത്? കൊണ്ണനെ മറന്നിട്ട് അവൾ ആരുടെ പിന്നാലെയാ പോയത്? ആരാണെന്ന് പറ മോളെ. പ്രതി മാർക്കോ ആണോ, അതോ അനന്തു ആണോ, അതോ സാഗറോ? മോളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്റെ ദേഹം തളർന്നു പോകുന്നു പ്രതാപ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കേട്ടിട്ട് ഞാനും തളർന്നു വീണു. അതൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. അല്ല, അത്രയ്ക്ക് തളരാൻ മാത്രം എന്താ മോളെ സംഭവിച്ചേ? ഇനിയിപ്പോ അത് ഉണ്ണിയുടെ കുഞ്ഞായിരിക്കോ? ആണോ? മോള് തളരണമെങ്കിൽ ഇനി അതിനൊക്കെ സാധ്യത ഉണ്ടോന്നേ? മോളെ, ഇനിയിപ്പോ ഉണ്ണിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ മോളെ? മാറിപ്പോ എന്റെ മുന്നീന്ന്. ഇനിയും അത് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റു പലരുടെയും പേര് ഊഹിച്ചെടുക്കും. ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെയാ. കണ്ണനോ? ആ കുഞ്ഞ് കമലേശ്വരത്തെ വല്യേട്ടന്റെ കുഞ്ഞ് തന്നെയാണെന്ന്. മോളെ, വിഷുവായിട്ട് വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയല്ലേ. കേട്ടതില്ലാത്ത കഥയൊന്നും അല്ല, ഉള്ളത് തന്നെയാ. കണ്ണേട്ടന്റെ കുഞ്ഞാ ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത്.
അതെങ്ങനെ സംഭവിക്കും? ഏ, ഹ, അവന് കുഞ്ഞ് ജനിക്കില്ലെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞതല്ലേ? അവനും അതറിയാലോ. ഹ, അതുകൊണ്ടല്ലേ ഞങ്ങളെ കല്യാണം നടത്തിയത്. ഇന്ന് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അങ്ങനെ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ ഭയന്നതാ. അത് തന്നെ സംഭവിച്ചു.